ഓക്കെ, നമ്മളിങ്ങനെ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് എന്താന്ന് ഈ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചുറ്റും ടൈഗേഴ്സ് നടക്കുന്നത് കാണാട്ടോ. അപ്പൊ ടൈഗറിന്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ലഞ്ചിനുള്ളതെന്ന് നോക്കാം. ഇവിടെ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡുകളൊക്കെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബസുമതി റൈസ് ആയിരുന്നു, കുറച്ച് സ്റ്റിക്ക് ചെയ്യുന്നു അത്, എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് അതുപോലെ തന്നെ സാലഡ്, സാമ്പാർ, പരിപ്പ്, അങ്ങനത്തെ കുറേ രസം, അങ്ങനത്തെ കുറേ ഇന്ത്യൻ ഡിഷസ് ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ആയിരുന്നു ആ ഫുഡുകളൊക്കെ. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം, അച്ചാറ്, സാലഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ഇടയ്ക്ക് തോന്നിയതെന്ന് വെച്ചാൽ അവിടുത്തെ ചിക്കൻ കറി ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമാണ് കുറച്ച് ഹോട്ടായിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ആ ചിക്കൻ കറിയുടെ കൂടെയായിട്ട് എനിക്ക് ഈ ലഞ്ച് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ടൈഗർ ടോപ്പ് ചെയ്ത് നമ്മുടെ ലഞ്ച്. അപ്പം നമ്മൾ ഈ ടൈഗറിൻ്റെ കൂടെ ഇരുന്നിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റുന്നു, അതുപോലെ അതിനോട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷയില്ല. അപ്പം അങ്ങനത്തെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്കിവിടെ ടൈഗർ ടോപ്പ് ചെയ്ത് നമുക്ക് കിട്ടിയത്. അതുപോലെ ഡെസേർട്ടായിട്ട് സെർവ് ചെയ്തത് ക്യാരറ്റ് ഹൽവ ആയിരുന്നു കേട്ടോ. ആദ്യം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു നമ്മൾ. അപ്പോഴാണ് ഇതാ ഇങ്ങനെ ഒരു ഏരിയ കണ്ടു കേട്ടോ. അപ്പം നമുക്ക് ഒറിജിനൽ പുള്ളിയുടെ കൂടെ എടുക്കാൻ പറ്റാത്ത ഫോട്ടോസൊക്കെ ഇതാ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ആഗ്രഹം കൊണ്ട് തീർത്തു കേട്ടോ. നല്ല രാജാക്കന്മാരെ പോലെ ഇങ്ങോട്ട് ഇരുന്ന് സ്റ്റൈലായി കുറച്ച് ഫോട്ടോസൊക്കെ ഞാനും അമ്മയും കൂടെ കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൈഗർ ടോപ്പിയത്തെ ലഞ്ചും വിശേഷങ്ങളൊക്കെ കേട്ടോ. I said 23. Strive for greatness.